വാർത്തയിലേക്കാണ്. ഖത്തറിൽ ഗ്യാസ് ഫാക്ടറിയിൽ സ്ഫോടനം, 18 പേരെ കാണാതായി, 54 പേർക്ക് പരിക്കേറ്റു. മുഹമ്മദ് റഹീസ് ഉണ്ട് ദുബൈയിൽ നിന്ന്. റഹീസ്, എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്? എന്താണ് അവിടെ സംഭവിച്ചത്? നിലവിലെ സാഹചര്യം എന്താണ്? അമൃത, ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് 54 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായതെന്നാണ് വ്യക്തമാകുന്നത്. അതായത് ഈ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സോൺ അത് ഒരു ഖത്തർ എനർജീസ് ഓൺ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സോണാണ്. അവിടെ തന്നെ ഈ ഗ്യാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാതക നിർമ്മാണമൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. LNG പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. ഖത്തർ എനർജീസിന്റെ ഡയറക്റ്റ് കൺട്രോളിലുള്ള സ്ഥലമാണ്. അവിടെ തന്നെ ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിലാണ് സ്ഫോടനവും തീപിടുത്തവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അവിടെ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഒരു സാങ്കേതിക പിഴവുണ്ടായി എന്നുള്ളതാണ് ഈ ആഭ്യന്തര മന്ത്രാലയവും ഒപ്പം തന്നെ ഈ ഖത്തർ എനർജിയും വ്യക്തമാക്കുന്നത്. അങ്ങനെ 54 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ആദ്യഘട്ടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ കാണാതായവരുടെ എണ്ണം 18ആയി തന്നെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലെ അപ്ഡേഷൻ പ്രകാരവും 18 പേരെ കാണാതായിരിക്കും എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു വലിയ മേഖല തന്നെയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ നേരത്തെ ഈ ആക്രമണം ഉണ്ടായ സമയത്തൊക്കെ ഈ മേഖലയിൽ സംഘർഷം ഉണ്ടായപ്പോൾ പ്രധാനമായും കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായ ഒരു മേഖല കൂടിയാണ് ഈ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. അതിൽ തന്നെ ഈ പ്രധാനമായിട്ടും യൂറോപ്പും ഏഷ്യയും ഒക്കെ ഇത്തരത്തിൽ LNGക്കായി ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. എന്തായാലും വാതക ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. പ്ലാനിന്റെ പ്രവർത്തനം പൂർണ്ണമായും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അമൃത, മുഹമ്മദ് റഹീസാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.